ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ് കോംപ്രിഹെൻഷനാണ്. പാസേജ് തരും, അതിന് താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ ആദ്യം പാസേജിനെ വളരെ പതുക്കെ നല്ല രീതിയിൽ വായിച്ചെടുക്കുക. മലയാളത്തിലും ഉണ്ടാവും, മലയാളം ചൂസ് ചെയ്തവർക്ക് മലയാളത്തിലുണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്തവർക്ക് ഇംഗ്ലീഷിലുണ്ടാവും. ഓക്കെ, വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ വായിച്ചെടുക്കാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയണം. എന്നാൽ മാത്രമാണ് ആ 5 മാർക്ക് ഈസി ആയിട്ട് ലഭിക്കുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. It was Ajit's birthday. All his friends and relatives had gathered. He received many gifts. There were books, toys, and clothes. Ajit's aunt gave him a surprise gift, a rose sapling. Ajit liked his aunt's gift the best and at once ran to the garden and planted the sapling. Ajit watered the plant every day. As soon as he woke up in the morning, he would rush to see how much the plant had grown. One day he saw 2 little rose buds peeping out. He kept watching the buds blooming into beautiful yellow roses. He was happy and thrilled. With his mother's help, he plucked the flowers. He gifted the first 2 roses to his mother and sister. Ajit decided to plant more saplings in his garden. Okay, എന്തൊക്കെ മനസ്സിലായി? കിഷാന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഡയയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് മനസ്സിലായി പറയൂ. അവന്തിക, ഇതാണ് പാരഗ്രാഫ് കേട്ടോ. സോ ജസ്റ്റ് ഞാൻ റീഡ് ചെയ്ത് ഒന്ന് മനസ്സിൽ ഇരുത്തിയിട്ട് ഒന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന മീനിങ്, നിങ്ങൾക്ക് മനസ്സിലായ മീനിങ് എന്താണോ അതെന്നോട് ഷെയർ ചെയ്യുക. ഇന്ന് പറയാം അതൊക്കെ ആരൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. ഞാനിതിൻ്റെ മീനിങ് ഒക്കെ കണ്ടെത്തി എന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. ആദ്യം ദയ ഒന്ന് വായിക്കൂ. ഇത് ദയ ഒരു മിനിറ്റ്. ദയ ഒരു മിനിറ്റ്. ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ മൈക്ക്, ഫോണിൻ്റെ മൈക്ക് ഉണ്ടല്ലേ സംസാരിക്കുന്ന ഭാഗം, അതൊന്ന് അടുത്ത് വെച്ചിട്ട് സംസാരിക്കൂ. All his friends and relatives had gathered. Okay, stop. It was Ajit's birthday. Okay,
അജിത്തിന് ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് അജിത്തിന് ബർത്ത്ഡേ ആയിരുന്നു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഹാഡ് ഗാദേർഡ്. അപ്പോൾ എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സൊക്കെ ഒരുമിച്ച് ഒത്തുകൂടി എന്നതാണ് ഫസ്റ്റ് 2 ലൈൻസ് മീൻ ചെയ്യുന്നത്. അടുത്തത് വായിക്കൂ. He received many gifts. ഓക്കെ, സ്റ്റോപ്പ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കാണുന്നുണ്ടോ? അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് കാണുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതവിടെ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സോ ഹി റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്. അപ്പോൾ അവന് കുറേ ഗിഫ്റ്റ്സ് കിട്ടി. ഓക്കെ, പിന്നെ There were books, toys, and clothes. ഓക്കെ, സ്റ്റോപ്പ്. സോ ദർ വേർ ബുക്സ്, ടോയ്സ് ആൻഡ് ക്ലോത്ത്സ്. എന്തൊക്കെ കിട്ടി അവന്? ബുക്സ് കിട്ടി, ടോയ്സ് കിട്ടി, ക്ലോത്ത്സ് കിട്ടി. നെക്സ്റ്റ് Ajit and they give him a അത്ര തന്നെ ഉള്ളൂ. ആൻറ്റി എന്നൊന്നും പറയണ്ട. ആൻഡ് അജിത് ആൻഡ് പറയൂ. and give him a surprise gift. A rose sapling. റോസ് സാപ്ലിംഗ്. മതി. അജിത് ആൻഡ് ഗേവ് ഹിം എ സർപ്രൈസ് ഗിഫ്റ്റ്, എ റോസ് സാപ്ലിംഗ്. എന്തായിരുന്നു അത്? റോസ് സാപ്ലിംഗ്. റോസ് പറഞ്ഞാൽ അറിയാം, അത് പൂവാണ് അല്ലേ? റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവല്ലേ? അതറിയാം. സാപ്ലിംഗ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എൻവയറമെന്റൽ ഡേ ഉണ്ടാവും അല്ലെ? ജൂൺ 5 എൻവയറമെന്റൽ ഡേക്കാണ് ഈ സാപ്ലിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈ പറയില്ലേ, റോസിന്റെ തൈയാണ്. അവന് എല്ലാവരും ബുക്സും ടോയ്സും അവൻ്റെ ആൻഡ് വന്ന് അവന് ഒരു സർപ്രൈസ് റോസിന്റെ സാപ്ലിംഗ് പറഞ്ഞാൽ ജസ്റ്റ് റോസിന്റെ തൈ കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ റോസിന്റെ ചെടി ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് കൊടുത്തു. വായിക്കൂ. Ajit liked his and thanks gift the best. അജിത് ലൈക്ഡ് ഹിസ് ആൻഡ്സ് ഗിഫ്റ്റ് ദി ബെസ്റ്റ്. അവന് വളരെ ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? അവൻ്റെ ആൻഡ് തന്ന ആ ഒരു റോസ് സാപ്ലിംഗ് ആയിരുന്നു. ആൻഡ് വായിക്കൂ. And at once ran to the garden and planted the sapling. മതി. So at once ran to the garden and planted the sapling. വേഗം അവൻ പോയി എന്ത് ചെയ്തു? ആ ഒരു സാപ്ലിങ്ങിനെ നടില്ലേ, ചെടി നടില്ലേ, അങ്ങനെ നട്ടു അവൻ. നെക്സ്റ്റ് The plant every day has shown വെയിറ്റ് ദയ, ഇവിടെ നോക്കൂ. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലേ? ഫുൾ സ്റ്റോപ്പ് വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. സോ അജിത് വാട്ടേർഡ് ദ പ്ലാന്റ് എവറി ഡേ. അവൻ അതിനെ എന്നും വെള്ളം ഒഴിക്കുമായിരുന്നു. നെക്സ്റ്റ് as he worked as soon as he woke up in the morning, he will rush to see how much the plant had grown. Okay, so as soon as he woke up in the morning, he would rush to see how much the plant had grown. അവൻ എണിച്ച വഴിക്ക് തന്നെ അവൻ വേഗം പോയി നോക്കും അവൻ്റെ പ്ലാന്റ് ഓരോരോ ദിവസം എത്ര വളർന്നു എന്നുള്ളത് അവൻ നോക്കുമായിരുന്നു. നെക്സ്റ്റ് One day he said to little rose buds, ബഡ്സ് മുട്ടുകൾ ഉണ്ടാവില്ലേ? ബഡ്സ്, അതിനാണ് ബഡ്സ് എന്നാണ്. റോസിന്റെ മൊട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിങ്ങനെ പതുക്കെ വിരിയാൻ തുടങ്ങുമായിരുന്നു. അതാണ് പീപ്പിംഗ് ഔട്ട്. Buds peeping out. One day he saw 2 little rose buds. എത്രയായിരുന്നു? 2 little rose buds peeping out. Means നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട്ടിലൊക്കെ റോസ് പ്ലാന്റ് ഉണ്ടാവും അല്ലേ? അതിൽ ഇങ്ങനെ ബഡ്സ് ഇങ്ങനെ വിരിയാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ? അത് കണ്ടുവൻ. നെക്സ്റ്റ്
He kept watching the bud buds. bloom into beautiful yellow roses. അത്ര തന്നെ. സ്റ്റോപ്പ്. സോ ഹി കെപ്റ്റ് വാച്ചിങ് ദ ബഡ്സ് ബ്ലൂം ഇൻ ടു ബ്യൂട്ടിഫുൾ യെല്ലോ റോസസ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ പതുക്കെ ആ മുട്ടകൾ പതുക്കെ ഇങ്ങനെ വിരിയില്ലേ, അതിങ്ങനെ നോക്കിയും കണ്ട് നിന്നു അവൻ. ഓക്കെ, നെക്സ്റ്റ്. Happy and ത്രിൽഡ്. thrilled ആ with വെയിറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഏതായാ ഫുൾ സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അവിടെ കണ്ടില്ല. കണ്ടില്ലേ? അതെയോ? ഓക്കെ. സോ ഹി വാസ് ഹാപ്പി ആൻഡ് ത്രിൽഡ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കില്ലേ അല്ലേ, വളരെ അതിശയത്തോടു കൂടി ഇല്ലെങ്കിൽ വളരെ അല്ലേ സന്തോഷത്തോടു കൂടിയൊക്കെ നോക്കില്ലേ. ഈ പൂവിങ്ങനെ പതുക്കെ നമ്മൾ കുഞ്ഞു ചെടികളൊക്കെ നട്ട് അതിലൊരു കുഞ്ഞു പൂവൊക്കെ വരുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷത്തോടു കൂടി അവൻ അതിനെ വാച്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. With his mother's Has help, like his he mother's help mother's help he plucked. plucked the flowers. Okay. With his mother's help he plucked the flowers. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിൽ മുള്ളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, മുള്ളുണ്ടാവില്ലേ റോസ് ചെടിയിൽ. അപ്പോൾ അവനത് പേടിയായി ഉണ്ടായിരിക്കും. സോ അവൻ എന്ത് ചെയ്തു? അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അവൻ്റെ അമ്മനെ കൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ പ്ലക്ക് ചെയ്യിപ്പിച്ചു. പ്ലക്ക് വെച്ചാൽ അതിനെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്. He gifted the first two roses to his mother and sister. ഓക്കെ, അതിൽ 2 റോസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 റോസ് വേഗം കൊണ്ടുപോയി അവൻ്റെ അമ്മയ്ക്കൊന്ന് അവൻ്റെ സിസ്റ്ററിനൊന്ന് കൊടുത്തു. നെക്സ്റ്റ്. Ajit decided to plant more saplings in his garden. ഓക്കെ, അപ്പോൾ അജിത്തിന് സന്തോഷം തോന്നി. ഒരു സാപ്ലിങ്ങിൻ്റെ തൈ നട്ടപ്പോൾ തന്നെ അവന് വലിയ ഹാപ്പി ആയില്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാപ്ലിങ് മേടിച്ചു. പിന്നെ അതിനെ സാപ്ലിങ് മേടിച്ചിട്ട് ഗാർഡനിൽ നടണം എന്ന് അവൻ ഡിസൈഡ് ചെയ്തു, അവൻ തീരുമാനിച്ചു. സോ ഒരു തവണയും കൂടി വൺസ് അഗൈൻ ഞാനത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് ഒരു തവണയും കൂടി ഞാൻ നിങ്ങൾക്ക് മീനിങ് പറഞ്ഞു തരാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് കിഷാനും റീഡ് ചെയ്യണം, അവന്തികയും ഈ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യണം. പിന്നെ 3 പേരും അതിൻ്റെതായ 5 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ. ഇറ്റ് വാസ് അജിത്സ് ബർത്ത്ഡേ. അജിത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഹാഡ് ഗാദേർഡ്. സോ അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഒത്തുകൂടി. ഹീ റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്. ഓക്കെ, അവന് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. ദർ വർ ബുക്സ്, ടോയ്സ് ആൻഡ് ക്ലോത്ത്സ്. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബുക്സ് ഉണ്ടായിരുന്നു, ടോയ്സ് ഉണ്ടായിരുന്നു, ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. അജിത് ആൻഡ് ഗേവ് ഹെം എ സർപ്രൈസ് ഗിഫ്റ്റ്, എ റോസ് സാപ്ലിംഗ്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു റോസ് സാപ്ലിങ് അവൻ്റെ ആൻഡ് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അത്. അജിത് ലൈക്ഡ് ഹിസ് ആൻഡ്സ് ഗിഫ്റ്റ് the best and at once ran to the garden and planted the sapling. എപ്പോഴും നമ്മളുണ്ടല്ലോ, നമുക്ക് ജീവനില്ലാത്ത സാധനങ്ങളൊക്കെ തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിനേക്കാളും കുഞ്ഞു ജീവനുള്ള സാധനത്തിന് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ വളരെയധികം നമ്മൾ സന്തോഷത്തോടു കൂടി അതിനെ എന്ത് ചെയ്യും? മേടിക്കും. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മ ഒരു പട്ടിക്കുട്ടിനെയോ ഒരു പൂച്ചക്കുട്ടിനെയോ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങൾക്ക് കിട്ടിയ ഈ ബൊമ്മക്കുട്ടിയായിട്ടുള്ള അല്ലേ, നിങ്ങൾക്ക് ഡെറ്റി ബിയർ കിട്ടുന്നുണ്ടാവും, പിന്നെ കുറേ സൈക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാളും ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അതിൽ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ജീവനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവനില്ലാത്ത സാധനത്തിനേക്കാളും ജീവനുള്ള സാധനത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ, അല്ലേ? ആണോ അല്ലേ? ആണ് അല്ലേ? ആണോ കിഷാൻ? അവന്തിക എന്തു പറയണു? ആണ്. സോ
അതിന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പിറന്നാളിന് വാശിയൊന്നും പിടിക്കരുത് കേട്ടോ, ജസ്റ്റ് മിസ് പറഞ്ഞു എന്ന് മാത്രം. സോ അജിത് ലൈക്ക് ദിസ് ആൻഡ്സ് ഗിവ് ദ ബെസ്റ്റ് ആൻഡ് അറ്റ് വൺസ് റാൻ ടു ദ ഗാർഡൻ ആൻഡ് പ്ലാന്റഡ് ദ സാപ്ലിംഗ്. വേഗം അവനത് കൊണ്ടുപോയിട്ട് നടുകയാണ് ചെയ്തത്. എന്ത് കാരണമായിരിക്കും അവൻ വേഗം നട്ടത്? എന്ത് കാരണമായിരിക്കും? അതിൻ്റെ ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം അവൻ എന്ത് ചെയ്തു? അതിനെ കൊണ്ടുപോയി നട്ടു. നിങ്ങൾ വീട്ടിൽ ചെടിയൊക്കെ നടാറുണ്ടോ? എപ്പോ? ആ എൻവയറമെൻ്റൽ ഡേക്ക് വലിയ കാര്യമായിട്ട് ഒരു ചെടിയൊക്കെ നട്ട് ഒരു ഫോട്ടോ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് മിസ്സുമാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവും അല്ലേ? ജാനുവരി 5 സ്കൂളൊക്കെ തുടങ്ങും. ജാനുവരി 5 അല്ല, എക്സ്ട്രീംലി സോറി, ജൂൺ 5. ജൂൺ 5 നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? എൻവയറമെൻ്റൽ ഡേക്ക് ചെയ്യാറില്ലേ കിഷാൻ? അന്ന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പം കണ്ടുവരുവാണ് ഓക്സിജൻ വന്നിട്ട് വലിയ വലിയ സിലിണ്ടറിലൊക്കെ വെച്ചിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പോയിട്ട് ഇൻടേക്ക് എടുക്കുന്നു. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഓക്സിജൻ അല്ലേ? പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ ഓക്സിജനെ കുറിച്ചൊക്കെ? നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓക്സിജൻ വായു വേണ്ടതാണ്. ഓക്കെ, സോ അത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മരങ്ങളും ചെടികളിൽ നിന്നൊക്കെയാണ് കിട്ടുക. മരങ്ങളും ചെടികളും പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് അവർ ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഓക്സിജനെ റിലീസ് ചെയ്യും. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ചുറ്റിലും ഒരു ഗ്രീനിഷ് ആയിട്ടിരിക്കുന്ന രീതിയിൽ കുറച്ച് ചെടിയൊക്കെ എപ്പോഴും നടണം. അച്ഛനമ്മയൊക്കെ നട്ടിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി വെള്ളമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവരല്ലേ നട്ട് അവർ തന്നെ ഒഴിക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ കാരണമാണ് ഇവൻ എന്തായി വേഗം കൊണ്ടുപോയിട്ട് അതിനെ നട്ടത്. പിന്നെ അജിത് വാട്ടർ ദ പ്ലാന്റ് എവറി ഡേ. അവൻ അതിനെ നട്ടത് മാത്രമല്ല, പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നിട്ടില്ല. അവൻ എന്ത് ചെയ്തു? അതിന് വെള്ളം മാത്രം കൊടുത്തു. വെള്ളമാണ് പ്ലാന്റിനും ആവശ്യം കേട്ടോ, വെള്ളമാണ് തീർച്ചയായിട്ടും ആവശ്യം. ചില പ്ലാന്റ്സിന് വെള്ളം ആവശ്യമില്ല. ഇത് നമ്മൾ കുറച്ച് മുന്നിലൊരു റീഡിങ് കോംപ്രിഹെൻഷൻ എടുക്കുമ്പോൾ വായിച്ചിട്ടുണ്ട് തോന്നുന്നു. കട്ടി കൂടിയ സ്റ്റെം ഉള്ള പ്ലാന്റിനൊക്കെ നമുക്ക് എന്ത് വേണ്ട? വെള്ളം അധികം വേണ്ട എന്നുള്ളതൊക്കെ അല്ലേ? ലീഫൊക്കെ കാക്ടസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതിനൊക്കെ അധികം വെള്ളം വേണ്ട എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ മാക്സിമം പ്ലാന്റ്സിനൊക്കെ എന്ത് തന്നെ വേണം? വെള്ളം വേണം. ഓക്കെ, Ajit watered the plant every day. As soon as he woke up in the morning, he would rush to see how much the plant had grown. So നമ്മൾ ഒന്ന് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് എപ്പോഴും നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് പോയി നോക്കും, അതിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് നോക്കും, ആ ബഡ്സ് വന്നോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കും. ഒരു ഗ്രീനായിട്ടിരിക്കുന്ന ലീഫ് പെട്ടെന്നൊരു കളർ ചേഞ്ച് വരും, ഒരു റെഡ് കളറായിട്ട് ഒരു കളർ ചേഞ്ച് വരും അതിന്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിങ്ങനെ പൂവിടാറായി എന്നുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ, ഡെയിലിയും പോയി വാച്ച് ചെയ്യണം. സോ അങ്ങനെ ഇരിക്കെ വൺ ഡേ ഹി സാ 2 little rose buds peeping out. സോ അതിൽ നോക്കുമ്പോൾ വളരെ വളരെ ക്യൂട്ടായിട്ട് രണ്ട് റോസ് ബഡ്സ് അതിലിങ്ങനെ പതുക്കെ മുട്ട് വിരിഞ്ഞിങ്ങനെ വരുന്നു. ഹി കെപ്റ്റ് വാച്ചിങ് ദ ബഡ്സ് ബ്ലൂം ഇൻ ടു ബ്യൂട്ടിഫുൾ യെല്ലോ റോസസ്. അപ്പം അവൻ അതൊന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്ത് റോസാണ് ഉണ്ടായത്? അതിൽ യെല്ലോ കളേർഡ് റോസസ് ആണ് ഉണ്ടായത്. അപ്പം അവൻ എന്താവും? തീർച്ചയായിട്ടും സന്തോഷം വരും അല്ലേ? നിങ്ങൾ ഒരു ചെടി നട്ടിട്ട് അതിൽ പൂക്കൾ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരില്ലേ? ഇല്ലേ? വരും അല്ലേ? ദയക്ക് വരും. അവന്തികയ്ക്കോ? ഇതിൽ ആരാ ചെടിയൊക്കെ നടുന്ന ആൾക്കാർ? ആരാ? കിഷാൻ നടാറുണ്ടോ വീട്ടിൽ ചെടികളൊക്കെ? അവന്തിക? ഓക്കെ, സോ ഹി വാസ് ഹാപ്പി ആൻഡ് ത്രിൽഡ് വിത്ത് ഹിസ് മദേഴ്സ് ഹെൽപ്പ്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ത് കാരണം? മദറിൻ്റെ ഹെൽപ്പ് അവൻ അർഹിക്കുന്നത്, എന്താ പറയുക, അവന് വേണം എന്നുള്ളത് അവൻ ആലോചിക്കുന്നത് എന്ത് കാരണം? അത് തീർച്ചയായിട്ടും മുള്ളുണ്ടാവും അല്ലേ? അവനൊരു പേടിയും ഉണ്ടാവും അല്ലേ? എന്താ വെച്ചാൽ അവൻ വളർത്തിയ ഒരു മരമാണ്, ഒരു ചെടിയാണ്. ആ ചെടിയിൽ പോയിട്ട് അവൻ അതിനെ നോവിച്ച് ആ
പൂവിനെ പൊട്ടിക്കാൻ അവനൊരു ചെറിയ മടി തോന്നുന്നുണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അവൻ്റെ അമ്മ വന്നിട്ട് പതുക്കെ 2 പൂവിനെ പൊട്ടിക്കുന്നു. So with his mother's help, he plucked the flowers. He gifted the first 2 roses to his mother and sister. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ 2 റോസസിനെ എടുത്തിട്ട് അവൻ്റെ മദറിനും അവൻ്റെ സിസ്റ്ററിനും കൊടുത്തു. അപ്പോൾ അവർക്കും ഒരു സന്തോഷം കിട്ടില്ലേ? കിട്ടില്ലേ? സന്തോഷം കിട്ടില്ലേ അവർക്കും? അത് അവിടെ തന്നെ നിന്ന് കരുകി പോണതിനേക്കാളും നല്ലതാണ് ആ ഫ്ലവർ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ അജിത് ഡിസൈഡഡ് ടു പ്ലാന്റ് മോർ സാപ്ലിങ്സ് ഇൻ ഹിസ് ഗാർഡൻ. അപ്പോൾ എന്ത് ചെയ്തു? അവൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ധൈര്യം കിട്ടിയില്ലേ, അവൻ എങ്ങനെയാണ് അത് വളർത്തേണ്ടത്, എങ്ങനെയാണ് വാട്ടർ കൊടുക്കേണ്ടത് എന്നൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവന് തോന്നുകയാണ് കുറച്ചും കൂടി സാപ്ലിങ്സ് അവന് മേടിക്കാം അല്ലേ, കുറച്ചും കൂടി തൈയൊക്കെ മേടിച്ച് കുറച്ചും കൂടി ചെടികൾ അവിടെ നടാം എന്ന് അവന് തോന്നുന്നു. അവൻ അത് തീരുമാനിക്കുന്നു. ക്ലിയർ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി അവന്തിക ഒന്ന് വായിക്കൂ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒന്ന് വായിക്കൂ. ഫുൾ സ്റ്റോപ്പ് ഉള്ള സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് വെച്ച് ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വായിക്കാൻ. വായിക്കൂ. It was Ajit's birthday. All his friends and relatives had gathered. He received many gifts. There were books, toys, and clothes. Ajit's aunt gave him a surprise gift, a rose sapling. Ajit liked his aunt's gift the best and at once ran to the garden and planted the sapling. Ajit watered the plants every day. As soon as he woke up in the morning, he would rush to see how much the plants had grown. One day he saw 2 little rose buds peeing up. He kept watching the buds bloom into beautiful yellow roses. He was happy and thrilled. With his mother's help, he plucked the flowers. He gifted the first 2 roses to his mother and sister. Ajit decided to plant more saplings in his garden. സൂപ്പർ അവന്തിക. കിഷാൻ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം കിഷാന് ഞാനിത് മലയാളം ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, എന്നാൽ പോലും ഇത് വായിപ്പിക്കുന്നത് എന്ത് കാരണം എന്ന് വെച്ചാൽ കിഷാന് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സഫർ ചെയ്യാൻ പാടില്ലല്ലോ. ഇനി പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും വായിക്കുമ്പോൾ പിന്നെ അല്ലേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒന്ന് ഒരു ചെറിയ കുഞ്ഞ് ട്രെയിനിങ് എടുക്കണത് കാരണം ഒന്നും വിരോധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിക്കൂ. It was Ajit's birthday. എ ഉണ്ടോ അവിടെ? It was Ajit's birthday. യെസ്, കറക്റ്റ്. All his friends and relatives had gathered. He relative No. He received. അവന് കിട്ടി എന്ന് പറയില്ലേ, റിസീവ് ചെയ്തു എന്ന് പറയില്ലേ, അതാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റിസീവ്ഡ്. He received many gifts. എസ് ഉണ്ടല്ലോ അവിടെ, കാണുന്നുണ്ടോ? എസ് ഉണ്ട് അവിടെ. ആ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ്, ഗിഫ്റ്റ്സ് പറഞ്ഞാൽ പലതുണ്ട്. ആ, There were books, toys, and clothes. Ajit and gave him a സർപ്രൈസ് ഗിഫ്റ്റ്.
surprise gift, a rose sapling. ഉം. Ajit liked his aunt's gift the best and at once ran to the garden and planted Planted the sapling. sapling. ഉം. Ajit watered that plant ഉം. every day. ഉം. His son, As soon as soon as he woke up woke up in the morning, ഉം. he would rush to see how much the plant had grown വളർന്നു. grown the day he saw two little He rose saw buds 2 little rose buds peeping out. ഉം. He picked, kept kept watching the buds bloom into beautiful yellow rose. ഉം. roses. ഉം. He was happy and thrilled. ഉം. With his mother's help, ഉം. he plucked the flowers. ഉം. He gave the first two roses to his mother ഉം. and sisters. Sister. and sister. ഉം. Ajit decided to plant more sapling in his garden. യെസ് ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് പോവാട്ടോ. സൂപ്പറാണ്, വായിച്ചു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അജിത്സ് ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാസ് എ Rose sapling. അവന്തിക റോസ് സാപ്ലിംഗ് പറഞ്ഞു. കിഷാൻ എന്ത് പറയുന്നു? Rose സാപ്ലിംഗ്. ദയും പറഞ്ഞു. കിഷാന്റെ ആൻസർ എന്താ? റേസ് കാറാണോ, ഷർട്ടാണോ, റോസ് സാപ്ലിംഗ് ആണോ, ബുക്കാണോ? ഏതായിരുന്നു അവന്റെ ബെസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്? കിഷാൻ Rose റോസ് സാപ്ലിംഗ്. യെസ്, കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് സൂൺ ആസ് അജിത് വോക്ക് അപ്പ് അവൻ എണിച്ച വഴിക്ക് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടഡ് സ്റ്റഡിങ്, പഠിക്കുമായിരുന്നോ? റഷ് ടു സീ ദ സാപ്ലിംഗ് പോയി നോക്കുമായിരുന്നോ? ഹാഡ് എ ബാത്ത്, അവൻ കുളിക്കുകയായിരുന്നോ? വെൻ ടു സ്കൂൾ, അവൻ എണിച്ച വഴിക്ക് സ്കൂളിലേക്ക് പോയോ? എന്താ ഇതിൽ ചെയ്തത് അവൻ? rush to see the സാപ്ലിംഗ്. അടുത്തത്. ഹൗ മെനി റോസ് ബഡ്സ് അപ്പിയേർഡ് ഫസ്റ്റ് ടൈമായിട്ട് അതിൽ എത്ര റോസ് ബഡ്സ് ആണ് ഉണ്ടായിരുന്നത്? 2. കറക്റ്റ് ആണ്. നെക്സ്റ്റ്. അജിത് ഗിഫ്റ്റഡ് ദ ഫസ്റ്റ് 2 റോസസ് ടു ആർക്കൊക്കെയാണ് അജിത്ത് ആ ഗിഫ്റ്റ് ചെയ്തത്? mother, sister. യെസ്, കറക്റ്റ്. യെസ്, മദർ ആൻഡ് സിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വേർഡ് ത്രിൽഡ് മീൻസ് Excited. എക്സൈറ്റഡ്. കറക്റ്റ്. കേട്ടാ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ഹാഫ് ആൻ അവറിൽ ഇത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനാണ് നിങ്ങളോട് വായിച്ച് നോക്കിയിട്ട് വരാൻ പറഞ്ഞത് കേട്ടോ. ഇനിയും 2 ആർസി ഉണ്ട്. അതൊന്ന് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നോക്കാം. സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുക്കാം കേട്ടോ. ക്ലാസ് പറ്റുവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പോയി. ഓക്കെ, ശരി. അപ്പോൾ ബൈ.